വടകര വളവിൽ 60 തെങ്ങ് 60 തെങ്ങിൽ 60 പൊത്ത് 60 പൊത്തിൽ 60 നത്ത് നത്തിന് കണ്ണത്ര ഹൃദയം. ഞങ്ങളെ മീൻ കൊടുത്തൊക്കെ ഇനി വരാണ്ട് ഇൻഷാല്ലാ അല്ലേ? ഒരു ചെറിയ പ്രശ്നം പറ്റി. ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ആരംഭിക്കണേ. ഇന്നൊരു സൂപ്പർ ഫ്രൈഡേ. എന്നത്തെ പോലെ ഷട്ടിൽ ബാറ്റ് കളിച്ചു തുടങ്ങാം. ദിയാപ്പി സ്കൂളിൽ പോയിട്ടോ. ഇന്നാളെ സ്കൂളിൽ പോയിട്ടില്ല, കള്ളത്തി. ഓക്കെ, കളി ആരംഭിക്കാം. 1 3 കമന്റുകൾ ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടിട്ട് എന്തൊക്കെ വരാം. കമന്റുകളും വിവരങ്ങളും വിശേഷങ്ങളൊക്കെ പറയണ്ടേ. നിങ്ങളുടെ വിശേഷം പറയുമ്പോഴേക്കും നടക്കുന്നുണ്ട് കളി. അങ്ങനെ നല്ല കാറ്റടിക്കുന്നുണ്ട്. കാറ്റടിക്കുമ്പോൾ കളിച്ചാൽ വലിയൊരു സുഖം കിട്ടില്ല. വെറും പൊട്ടൽ മാത്രമേ നടക്കുന്നുള്ളൂ, കളി നടക്കുന്നില്ല. എന്താ പോയി മുഖത്ത് കളിക്കല്ലേ മകളാണ് ഇതിന് കാറ്റാ. വടകര വളവിൽ 60 തെങ്ങ് 60 തെങ്ങിൽ 60 പൊത്ത് 60 പൊത്തിൽ 60 നത്ത് നത്തിന് കണ്ണത്ര. അങ്ങനെ മനുഷ്യന് കേൾക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചെന്നെ നട്ടപ്പിരാന്താക്കി. അരിക്കൊണ്ടിരിക്കും വടക്കോട്ട് പോയപ്പോ പോളും വടക്കോട്ട് പോയപ്പോ ചോപ്പുള്ള മാങ്ങ തെക്കോട്ട് പോയപ്പോ ചോപ്പുള്ള മാങ്ങ പുളുമ്പോ ചുമപ്പുള്ള മാങ്ങ എന്ന് പറയുന്നേ. മനുഷ്യനെ കിട്ടാമട്ടം കടിച്ചിട്ട് പൊട്ടി പൊട്ടിച്ചിരിക്കണതെന്തടി മോളെ. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങട്ടോ. നമ്മളെ ബാറ്ററി കൊണ്ടുവരാൻ പോവാണ് പെരിന്തൽമണ്ണ. നാളെ കൊണ്ടുപോയി കൊടുത്തില്ലേ, ആ സാധനം കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെ പോവാണ്. ഓക്കെ, കാണാം. പാണ്ടിക്കാട് ടൗൺ കേട്ടോ. ഞങ്ങൾക്ക് പോകാനുള്ളത് പാണ്ടിക്കാട്ടിൽ നിന്ന് പെരിന്തൽമണ്ണക്കല്ലേ. ആ നേരെ മുഖത്തോട്ടാട്ടോ വെയിൽ. നല്ല വെയിലാണ്, പൊരിഞ്ഞ വെയിൽ എന്ന് പറയില്ല, ആ ടൈപ്പ് വെയിൽ. മുഖത്തേക്ക് തന്നെ അടിക്കുകയാണ്. ബൈക്കിൽ പോയിട്ട് നല്ല ക്ഷീണം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചവനോട് നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞു. വെയിലാവുമ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മഴയാകുമ്പോൾ വെയിലിന് എന്ത് ചെയ്യും. ഇതിൻ്റെ ഇടയിൽ പടച്ചവൻ കിടന്നിട്ട് എന്ത് വേണം പുഴയുള്ളതാവും. അതാണ് അവസ്ഥ. പാണ്ടിക്കാട് ടൗൺ കഴിഞ്ഞിട്ടോ. ഓക്കെ, ഇന്ന് വെള്ളിയാഴ്ച ആയതിനാൽ ജുമാ നമസ്കാരത്തിന് വേണ്ടിയാണ്ട് പെരിന്തൽമണ്ണ പോകുന്ന വഴിയിൽ ഉറവമ്പുറം ജുമാ മസ്ജിദ്, വലിയ ഖബർസ്ഥാനൊക്കെയുള്ള പള്ളി ഉണ്ടല്ലോ, അന്ത പക്കത്തിലാണ് കൂടിയത് കേട്ടോ. ഇവിടുന്ന് നമസ്കരിച്ചിട്ടാണ് പിന്നുള്ള യാത്ര തുടങ്ങിയത്. പെരിന്തൽമണ്ണ ബൈപ്പാസ് പാലക്കാട് റോഡ് കൂടണ. അതെ ആ ഭാഗമാണ് കാണട്ടോ. അടിപൊളി സ്ഥലങ്ങൾ കാണാം. നമ്മളിതിലൊന്ന് വരുമ്പോൾ അതൊക്കെ ഒന്ന് ആസ്വദിച്ച് പോയിക്കൊണ്ടിട്ടോ. മലഞ്ചരവൊക്കെ കാണിച്ചു കണ്ടെങ്കിൽ വെളി വായ്പായിരിക്കുവേ. ആരെ എണ്ണത്തിടെ പോലെ കുണുങ്ങി നീ നടന്ന്. ഇവിടെ കരിമ്പ് ജ്യൂസ് ഉണ്ടോ ചോദിച്ചോട്ടോ ഗൈസ്. കരിമ്പല്ല, ഇളനീർ ജ്യൂസ് ഉണ്ടോ? ഇളനീർ വെട്ടി കൊടുക്കണുള്ളൂ അല്ലേ? നമുക്ക് വേണ്ടത് ഇളനീർ ജ്യൂസാണ് ഗൈസ്. ഈ പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് വന്നപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു സംഗതിയാണ് കേട്ടോ. ഇളനീരിൻ്റെ ജ്യൂസുള്ള സ്ഥലങ്ങളില്ല. ഇളനീർ വെട്ടി തരുന്നുണ്ട്, നമുക്ക് വേണ്ടത് ജ്യൂസാണ്. ഇവിടെ ഒന്നും ഉണ്ടല്ലോ ചോദിച്ചോ. ഇളനീരിൻ്റെ ജ്യൂസ് ഉണ്ടോ? ജ്യൂസ് ഉണ്ടോ? ജ്യൂസ് ഇളനീർ ജ്യൂസ്
ഗൈസ് ഇന്ത പക്കത്തുനിന്ന് ഇളനീർ ജ്യൂസ് കിട്ടിട്ടോ. ഇവിടെ ഞങ്ങൾ ഇറങ്ങി ഇളനീരൊക്കെ കഴിച്ചിട്ടാണ് പിന്നത്തെ യാത്ര. ഇന്നത്തെ നമ്മുടെ യാത്രയിലേ കൂടുതലും ഇങ്ങനെ വണ്ടിയിൽ പോലെ തന്നെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് വ്ളോഗ് ഇങ്ങനെ ആയതേ. കൂടുതൽ സംഭവങ്ങളൊന്നും ഒന്നുമില്ല. വണ്ടിയിൽ ബൈക്കിൽ അങ്ങനെ യാത്ര ചെയ്ത് തിരിച്ചെത്തിയപ്പോഴത്തേക്കും നേരം കുറേ വൈകിയിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തിയേ. പെരിന്തൽമണ്ണ അങ്ങാടി കൂടെ തേരാപ്പാറ അങ്ങനെ നടക്കണോ. ബാറ്ററി ഒക്കെ വാങ്ങി, ലിഥിയൻ ബാറ്ററി പോയി ഗൈസ്. ഇനി പുതിയത് വാങ്ങിയിട്ട് വേണം. തൽക്കാലം നമ്മളെ ഇലക്ട്രിക് സ്കൂട്ടി കട്ടപ്പുറത്തായി. എന്ത് ചെയ്യാനാണ് മട്ടിലേ. പറയാൻ മറന്ന പ്രണയം ഒരു മുറിവായി മനസ്സിലുണ്ട്. അറിയാതെ വന്ന വിരഹം തീക്കനലായി എരിയുന്നുണ്ട്. നിധി പോലെ കാത്ത സ്നേഹം ഈ നെഞ്ചിൽ ഇന്നുമുണ്ട്. വിധിയെന്നു ചൊല്ലി ഹൃദയം ഒരു ഗാനം ഓളുന്നുണ്ട്. പെരിന്തൽമണ്ണ ജംഗ്ഷൻ തന്നെയാണ് കാണുന്നത്. സെൻട്രൽ ജംഗ്ഷനാണ് ഈ കാണുന്നത്. ആളും കൂടിയ സ്ഥലം. ഹലോ ഗൈസ്, നമ്മളെ സീനറി ഉണ്ടല്ലോ. നമ്മളെ ജംഗ്ഷൻ എത്തില്ല, ബൈപ്പാസ് ജംഗ്ഷന് അല്ലേ? അങ്ങോട്ട് പോയപ്പോൾ കണ്ട മല തന്നെയാണ് ഓപ്പോസിറ്റ് കാണുന്നത്. ഗൈസ്, തിരിച്ചു വന്ന് ഞങ്ങൾ വാണിയമ്പലം എത്തി. അവിടെ എത്തുമ്പോൾ എന്നുള്ളതുപോലെ തന്നെ ഇന്നും കണ്ടു, റെയിൽവേ അടഞ്ഞു കിടക്കുകയാണ്. ഈ സമയത്ത് റെയിൽവേ അടച്ചാൽ ഞാൻ ഇതിൻ്റെ മുൻപ് പറഞ്ഞതുപോലെ തന്നെ 2 ട്രെയിൻ പോകാനുണ്ട്. ഈ ട്രെയിൻ നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഇട്ടു. ഒരു ട്രെയിൻ അവിടെ വന്ന് കിടക്കുന്നുണ്ട്, അത് ഇനി ഇങ്ങോട്ടും പോരാണ്ട്. അതുകൂടി കഴിഞ്ഞിട്ടേ റെയിൽവേ ഗേറ്റ് തുറക്കുകയുള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോസ് എടുത്തതാണ്. ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ. കുറച്ച് നീളം കൂടിയ വണ്ടി കേട്ടോ. ഷൊർണൂര കോട്ടയം വണ്ടിയാണ് ഈ പോകുന്നത് കേട്ടോ. കോട്ടയത്തേക്ക് പോകണമെങ്കിൽ വാണിയമ്പലത്തേക്ക് വന്നാൽ മതിയേ. കൂടുതൽ ദൂരമൊന്നും പോകണ്ട. വേറെണ്ണം അങ്ങോട്ടും കൂടി ഉണ്ട് കേട്ടോ. അടുത്ത വണ്ടി വരുന്നുണ്ട് കേട്ടോ. വാണിയമ്പലത്തിൻ്റെ ഒരു ശാപമാണ് കേട്ടോ ഗൈസ് ഈ ഒരു റെയിൽവേ ഗേറ്റ്. കാരണം ഞങ്ങൾക്ക് ഒരുപാട് തവണ അതിൽ ഈ അടവിൽ കുടുങ്ങും, പിന്നെ ബ്ലോക്കായിരിക്കും. മുകൾപ്പാലം വരൽ തുടങ്ങിയിട്ട്, മേൽപ്പാലം വരൽ തുടങ്ങിയിട്ട് ഒരു 20 വർഷമായിരിക്കണം ഇവിടെ. ഇപ്പം ശരിയാവും പറഞ്ഞിട്ട് ഇതുവരെ ശരിയായിട്ടില്ല. ഇങ്ങനത്തെ ശരിയാവുമെന്ന് തോന്നുന്നുമില്ല. അതാണ് അവസ്ഥ. ഇത് നിലമ്പൂർ ഭാഗത്ത് ഇങ്ങോട്ട് കേട്ടോ. ഫസ്റ്റ് പോയ ട്രെയിന് കോട്ടയത്തേക്കാണ്. ഡെയിലി കാണണം കേട്ടോ. നമുക്ക് കാണാൻ വേണ്ടി കാണിച്ചിട്ടാണ്. നമുക്ക് ആളെ കിട്ടി കേട്ടോ. സുധാകരൻ ഫ്രം മലപ്പുറം. ഇനി ഞങ്ങൾ തമ്മിലാണ്. നമ്മളെ ഓട്ടത്തിന്റെ ഭാഗമായിട്ട് ഓരോരുത്തരെ കണ്ടിട്ടുണ്ട്. നമ്മളെ ഓൾഡും ന്യൂയും ഫസ്റ്റും പുതിയതും പഴയതുമായ ഫ്രണ്ടാണ്. ഇപ്പോഴും ഞങ്ങളെ മീൻ പിടുത്തൊക്കെ ഇനി വരാണ്ട് ഇൻഷാ അല്ലാഹ് അല്ലേ. ഒരു ചെറിയ പ്രശ്നം പറ്റി. നമ്മൾ ആരും ഒരാൾ കണ്ടിട്ട് ചിരിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ചിരിയല്ലോ. അങ്ങനെ പ്രശ്നം ഞങ്ങൾ രണ്ടാളും ചിരിക്കാറാണ്. അപ്പൊ ഞങ്ങളെ മീൻ പിടുത്തൊക്കെ വരാണ്ട് കേട്ടോ അല്ലേ. പറഞ്ഞു കൊടുക്ക് വരാല്ലേ. ലൈവൊന്നല്ല, ലൈവല്ല, വീഡിയോസ് യൂട്യൂബിലാണ് വരും. ഓക്കെ.